ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസ് ഗ്രൗണ്ടിലുള്ള 10 കോടി രൂപ മുതൽ മുടക്കി നിർമ്മിച്ച എക്സ്പോ കാണാം. സംഗതി കളറാണ്. ആദ്യം ടിക്കറ്റ് എടുക്കാം. ഒരാൾക്ക് 150 രൂപയാണ് ചെലവ്. അവധി ദിവസമായതിനാൽ തന്നെ കെട്ടിയോളും കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. മൂത്ത മോൾക്ക് നല്ല ഇഷ്ടമാണ് ഇത്തരം കാഴ്ചകൾ കാണാൻ. അങ്ങനെ ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് നടന്നു. അങ്ങനെ എൻട്രൻസിലുള്ള ഏട്ടന്റെ കയ്യിൽ ടിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ കൊടുക്കുന്നില്ല. പിന്നെയും തിരിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത്. സെക്യൂരിറ്റിക്ക് ടിക്കറ്റും കൊടുത്ത് അകത്ത് കയറിയപ്പോൾ നല്ല അടിപൊളി ആംബിയൻസ്. ആദ്യം തന്നെ കാണുന്നത് ഫോട്ടോഷൂട്ടിന് പറ്റിയ നല്ല സെൽഫി പോയിന്റ് ആണ്. സെൽഫി പോയിന്റ് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് 100-ൽ പരം ലവ് ബേർഡ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാറി നടക്കുന്ന അവരുടെ സ്വർഗ്ഗരാജ്യം. അതും കഴിഞ്ഞിട്ടാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായി കാണാൻ പോകുന്ന ഒരു കാഴ്ച കാണുന്നത്. വാട്ടർഫാൾസ് എവിടെ? ഇമാനോ, ലവ് ബേർഡ്സ് എവിടെ? കിളികളെയും പെറ്റ്സിനെയും ആദ്യം മുതലേ ഇഷ്ടമുള്ള അവൾ ആ മൊമെന്റുകളെല്ലാം നല്ല ആസ്വദിക്കുന്നുണ്ടെന്ന് അവളുടെ മുഖത്തു നിന്നും ഭാവത്തു നിന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനിയാണ് ഞാൻ പറഞ്ഞ ആ കാഴ്ച. ഇവനാണ് ഞാൻ പറഞ്ഞ ഈ വീഡിയോയിലെ വില്ലൻ കേട്ടോ. ഇതൊരു റോബോട്ടിക് ഡോഗാണ്. എന്താ, നമുക്ക് കണ്ടാൽ പേടി വരും കേട്ടോ. വരുന്നവർക്കൊക്കെ സലാമും ഷെയ്ക്കാൻഡൊക്കെ ഇവൻ നൽകുന്നുണ്ട്. പക്ഷെ പലർക്കും ഇവനെ കാണുമ്പോൾ പേടിയാണ്. പലരും ഇവനെ കണ്ടിട്ട് ഓടി പോകുന്നുമുണ്ട് കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കാണാൻ കഴിയും. ആദ്യമായി കാണുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുമുണ്ട് കേട്ടോ. ഇനിയുള്ള ഏരിയ ഇമാനുവിൻ്റെ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഒന്നുമല്ല, അവൾ പുസ്തകത്താളുകളിൽ മാത്രം കണ്ടിരുന്ന പല കാഴ്ചകളും അവൾക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. സംഗതി ഒറിജിനൽ അല്ലെങ്കിലും എല്ലാം അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും കഴിഞ്ഞു. അതിൽ പല പൂക്കളുണ്ടായിരുന്നു, പല മൃഗങ്ങളുണ്ടായിരുന്നു, പല പക്ഷികളുണ്ടായിരുന്നു. എല്ലാം കണ്ടവൾ ആസ്വദിക്കുന്നുണ്ടെങ്കിലും ചില കാഴ്ചകളെല്ലാം അവൾക്ക് പേടിയുള്ളതായിരുന്നു. അവയെല്ലാം ഞാൻ അവളെ എടുത്തുകൊണ്ട് നേരിട്ട് അടുത്ത് എത്തിച്ച് പേടി മാറ്റാൻ മാക്സിമം ശ്രമിച്ചു. അതിൽപ്പെട്ടതാണ് കടുവയും ആനയും പിന്നെ ദിനോസറുമെല്ലാം. അവളുടെ പേടി കാരണം അവിടെ അധികം നിന്നില്ല, വേഗം പോന്നു. അതെന്താ? അണീബിയോ? അതെന്താ? ബട്ടർഫ്ലൈയോ? എവിടെ? എന്താണ് ഇതെന്താ? ഷാർക്കോ? ഗുഡ് ഗേൾ. ഒത്തിരി മനോഹര കാഴ്ചകൾ നമുക്ക് അതിനുള്ളിൽ കാണാനുണ്ട് കേട്ടോ. അതിൽപ്പെട്ടതാണ് കടൽമീനുകളുടെ ഒരു വലിയ ശേഖരം തന്നെ. പല തരത്തിലുള്ള, പല നിറത്തിലുള്ള, പല വലിപ്പത്തിലുള്ള, പല കോലത്തിലുള്ള മീനുകൾ. പിന്നെ എടുത്തു പറയേണ്ടത് അവിടുത്തെ വാട്ടർ ടണലാണ് കേട്ടോ. അതും കളർ മീനുകളുടെ ഒരു വലിയ ശേഖരം. തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതയാത്ര ഇടയ്ക്കൊക്കെ ഇത്തരം ചെറിയ യാത്രകൾ നടത്തുന്നത് നമ്മുടെ മനസ്സിന് നല്ല ഹാപ്പിനെസ് ആണ്. പിന്നെ മോളുടെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അത് നിങ്ങൾക്ക് അവളുടെ മുഖത്ത് കാണാം. ഇതെന്താണ്? ഒട്ടകോ? എവിടെ?